സോ നമ്മൾ ഓപ്പൺ സെറ്റും ക്ലോസ് സെറ്റും ഒക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ തിയറം 3.4 വരെ പഠിച്ചു. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് തിയറം 3.5 ആണ്. ദ ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എ മെട്രിക് സ്പേസ് ഹാവ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. നമ്മൾ ഓൾറെഡി 3.4 ഓപ്പൺ സെറ്റ്സിൽ ഇതേപോലൊരു പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്ലോസ്ഡ് സെറ്റ്സിലാണ് ഈ പ്രോപ്പർട്ടീസ് നോക്കാൻ പോകുന്നത്. അവിടെ നമ്മൾ എക്സും ഫൈയും ഓപ്പൺ ആണെന്ന് പറഞ്ഞെങ്കിൽ ഈ തിയറത്തിൽ നമ്മൾ പറയുന്നു എക്സും ഫൈയും ക്ലോസ്ഡ് ആണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾ എപ്പോഴും ഓർക്കുക, ടോപ്പോളജിയിൽ അല്ലെങ്കിൽ മെട്രിക് സ്പേസിൽ ഫൈയും എക്സും എപ്പോഴും എന്താണ്, ബോത്ത് ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ആണ്. അപ്പൊ നിങ്ങളോട് ഓപ്പണും ക്ലോസ്ഡുമായിട്ടുള്ള ഒരു സെറ്റിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ഫൈയും എക്സും പറയാൻ പറ്റും. രണ്ടാമത്തത് ദ ഇന്റർസെക്ഷൻ ഓഫ് എനി ഫാമിലി ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ഈസ് ക്ലോസ്ഡ്. അവിടെ നമ്മൾ പഠിച്ചത് യൂണിയൻ ഓഫ് എനി ഓപ്പൺ സെറ്റ്സ് ഈസ് ഓപ്പൺ എന്നാണ്. ഇവിടെ ഇന്റർസെക്ഷൻ ഓഫ് എനി ഫാമിലി എന്ന് പറഞ്ഞാൽ ആർബിട്രറി കളക്ഷൻ എന്നാണ് അർത്ഥം. നെക്സ്റ്റ് യൂണിയൻ ഓഫ് എനി ഫൈനൈറ്റ് ഫാമിലി ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ഈസ് ക്ലോസ്ഡ്. അവിടെ നമ്മൾ പഠിച്ചത് ഇന്റർസെക്ഷൻ ഓഫ് എനി ഫൈനൈറ്റ് ഫാമിലി ഓഫ് ഓപ്പൺ സെറ്റ്സ് ഈസ് ഓപ്പൺ എന്നാണ്. അപ്പൊ യൂണിയനും ഇന്റർസെക്ഷനും ഇന്റർചേഞ്ച് ചെയ്ത് വരും ഈ ഒരു തിയറത്തിൽ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ 3.4 വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഒരു സെറ്റ് ക്ലോസ്ഡ് ആവണമെങ്കിൽ, എ എന്ന് പറയുന്ന സെറ്റ് ക്ലോസ്ഡ് ആകണമെങ്കിൽ എ കോംപ്ലിമെന്റ് എന്താകണം, ഓപ്പൺ ആകണം. ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എക്സും ഫൈയും ക്ലോസ്ഡ് ആണെന്നാണ് ആദ്യം കാണിക്കേണ്ടത്. എക്സ് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കാൻ എക്സ് കോംപ്ലിമെന്റ് ഓപ്പൺ ആവണം. എക്സ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഫൈ ആണ്, ഫൈ ഓപ്പൺ ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ എക്സ് എന്തായി, ക്ലോസ്ഡ് ആയി. നോക്കിയേ, എക്സ് കോംപ്ലിമെന്റ് ഫൈ ഓപ്പൺ ആയതുകൊണ്ട് എക്സ് ക്ലോസ്ഡ് ആയി. അതേപോലെ ഫൈ ക്ലോസ്ഡ് ആവണമെങ്കിൽ ഫൈ കോംപ്ലിമെന്റ് ഓപ്പൺ ആവണം. ഫൈ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് നമുക്കറിയാം. എക്സ് ഓപ്പൺ ആണെന്ന് നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം എക്സ് ഓപ്പണും ആണ് എക്സ് ക്ലോസ്ഡും ആണ്. ആ ഒരു സംഭവം നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ട എന്താണ്, ഇന്റർസെക്ഷൻ ഓഫ് എനി ഫൈനൈറ്റ് ഫാമിലി. ഇന്റർസെക്ഷൻ ഓഫ് എനി ഫാമിലി, ഫൈനൈറ്റ് അല്ല, ഇന്റർസെക്ഷൻ ഓഫ് എനി ഫാമിലി ഓഫ് ക്ലോസ് സെറ്റ്സ് ഈസ് ക്ലോസ്ഡ്. അപ്പൊ എനി ഫാമിലി എന്ന് കാണിക്കാൻ ഞാൻ എന്തെടുക്കണോടെ, ഇന്റർസെക്ഷൻ ആൽഫ ബിലോങ്സ് ടു എ സച്ച് ദാറ്റ്, അല്ല, ആൽഫ ബിലോങ്സ് ടു എ ഓഫ് ആൽഫ എ ആൽഫ. ഈ രീതിയിലാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് സെറ്റ് എന്ന് പറയുന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. നോക്കി, സെറ്റ് ഓഫ് ഓൾ എ ആൽഫ സച്ച് ദാറ്റ് ആൽഫ ബിലോങ്സ് ടു എ. ഈ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അവിടെ എന്ന് പറയുന്നത് ഒരു ഫാമിലി ഓഫ് ക്ലോസ് സെറ്റ്സ് ആണ്, ഒരു ഓർഡർ ഒന്നും ഇല്ല എന്നുള്ളത് മാത്രം. അപ്പൊ എനിക്ക് കാണിക്കേണ്ടത് ഇന്റർസെക്ഷൻ ആൽഫ ബിലോങ്സ് ടു എ, എ ആൽഫ ക്ലോസ്ഡ് ആണെന്നാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളിപ്പോ എ എന്ന് പറയുന്ന ആള് ക്ലോസ്ഡ് ആവണമെങ്കിൽ എ കോംപ്ലിമെന്റ് എന്താകണം, ഓപ്പൺ ആകണം. അപ്പൊ ഈ പുള്ളിക്കാരൻ ക്ലോസ്ഡ് ആണ് എന്ന് എനിക്ക് കാണിക്കണമെങ്കിൽ ഇതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആണെന്ന് കാണിച്ചാൽ പോരെ. ഈ എ ആൽഫകളെല്ലാം ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ കോംപ്ലിമെന്റ് എടുക്കുന്നു. ഇനി ഞാൻ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുവാണ്. നമുക്കറിയാം എ യൂണിയൻ അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ് അല്ലെ. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഈ കോംപ്ലിമെന്റ് എനിക്ക് അകത്തിടാൻ പറ്റും. യൂണിയൻ ഓഫ് ആൽഫ ബിലോങ്സ് ടു എ ആൽഫ കോംപ്ലിമെന്റ് എന്ന് കിട്ടും. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു എ ആൽഫ ക്ലോസ്ഡ് ആണ്. എ ആൽഫ ക്ലോസ്ഡ് ആണെങ്കിൽ എ ആൽഫ കോംപ്ലിമെന്റ് എന്താകണം, ഓപ്പൺ ആകണം. സോ ഇന്റർസെക്ഷൻ ആൽഫ ബിലോങ്സ് ടു എ ആൽഫ. ഇത് കണ്ടോ, ഈ സാധനം എ ആൽഫകൾ ഓപ്പൺ ആണ്. അപ്പൊ യൂണിയൻ ഓഫ് എനി ഫാമിലി ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടില്ലേ. ഇവരെല്ലാരും ഓപ്പൺ ആണെങ്കിൽ ഇതിന്റെ യൂണിയനും ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഈ സാധനം ഓപ്പൺ ആണെന്ന് വെച്ചാൽ ഇതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആണ്. ഇതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആണെങ്കിൽ ഇതെന്താണ്, ക്ലോസ്ഡ് ആണ്. അപ്പൊ ഈ രീതി തന്നെ, ഇതേ രീതി തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അടുത്തത് പറയാൻ പറ്റും. നോക്കിയേ, ഇന്റർസെക്ഷൻ എടുക്കുന്നു, ഫൈനൈറ്റ് യൂണിയൻ എടുക്കുന്നു, ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ക്ലോസ് സെറ്റ്സ് എടുക്കുന്നു. അതിന്റെ ഇത് ക്ലോസ്ഡ് ആവണമെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആവണം. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് അഗൈൻ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റർസെക്ഷൻ ഐ ഈക്വൽ ടു 1 to n എ ഐ കോംപ്ലിമെന്റ് എന്ന് വരും അല്ലെ. ഈ ഓരോ സാധനവും എ ഐകൾ ക്ലോസ്ഡ് ആയതുകൊണ്ട് എ ഐ കോംപ്ലിമെന്റ് ഓപ്പൺ ആണ്. ഇന്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് ഓപ്പൺ സെറ്റ്സ് എന്ന് പറയുന്നത് ഓപ്പൺ ആണെന്ന് തിയറം 3.4 പറയുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ പറയുന്ന ക്ലോസ്ഡ് സെറ്റ്സ് എല്ലാം നോക്കി, ഈ സാധനം ഓപ്പൺ ആണ്, ഈ സാധനം ഓപ്പൺ ആണെങ്കിൽ ഈ സാധനം ഓപ്പൺ ആണ്. അതായത് ഇതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആണെങ്കിൽ ഇതെന്താണ്, ക്ലോസ്ഡ് ആണ്. അപ്പോൾ തിയറം 3.4ഉം ഡിമോർഗൻസ് ലോയും വെച്ചിട്ട് നമുക്ക് പടപടാന്ന് ഈ സാധനം എല്ലാം തെളിയിക്കാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് രണ്ട് എക്സാമ്പിൾ ആണ് നോക്കാനുള്ളത്. ഒരു സെറ്റ് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു സ്പേസ്, ഏത് മെട്രിക് സ്പേസിലാണോ അത് ഇരിക്കുന്നത് ആ ഒരു സ്പേസ് ആണ് അത് തീരുമാനിക്കുന്നത്. നോക്കിയേ, നമുക്കറിയാം ആർ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റ് ആണ്. ഈ ഒരു റിയൽ നമ്പറിന്റെ കേസിൽ, മെട്രിക് സ്പേസ് ആറിന്റെ കേസിൽ ആർ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റ് ആണ് നമുക്കറിയാം. അല്ലെങ്കിൽ എക്സും ഫൈയും ഓപ്പൺ ആണ്, അല്ലെങ്കിൽ ആറും ഫൈയും ഓപ്പൺ ആണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇതേ ആറിനെ നമ്മൾ R2 കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ആറിനെ കിട്ടണമെങ്കിൽ R2 എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയി. ആ പ്ലെയിനിൽ ഈ ആർ എന്ന് പറയുന്ന സാധനം കിട്ടണമെങ്കിൽ എക്സ് കോർഡിനേറ്റ് മാത്രമേ കാണാവൂ, വൈ കോർഡിനേറ്റ് 0 ആയിരിക്കണം. അപ്പൊ സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ 0 എന്ന് പറയുന്നതാണ് R2 നമ്മൾ ആറിനെ ഉണ്ടാക്കാൻ
ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് അല്ലെ. ആ R2 ഈ സാധനം എന്താണ്, ഓപ്പൺ അല്ല, അവിടെ ഓപ്പൺ ബാറുകളൊന്നും ഇല്ലാണ്ട് ഈ ഒരു കുഞ്ഞ് ഓപ്പൺ ബാർ എടുത്താൽ പോലും പുറത്തു പോകും അല്ലെ. അപ്പൊ അതെന്ന് പറയുന്നത് R എന്ന് പറയുന്നത് മെട്രിക് സ്പേസ് ആകെ ഓപ്പണും R2 എന്താണ്, R2 ഓപ്പൺ അല്ലാതെ ആവും. ഒരു സാധനം ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ തീരുമാനിക്കുന്നത് ആ മെട്രിക് സ്പേസ് ആണ്. അതേപോലെ ക്ലോസ്ഡ് ആണോ ക്ലോസ്ഡ് അല്ലയോ തീരുമാനിക്കുന്നത് ആര് തന്നെയാണ്, മെട്രിക് സ്പേസ് ആണ്. ഇനി നമ്മൾ നേരത്തെ എക്സും ഫൈയും ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മളോട് ക്ലോസ്ഡും അല്ല ഓപ്പണും അല്ലാത്ത ഒരു സെറ്റ് പറയാൻ പറഞ്ഞാൽ ഏത് പറയണമെന്ന് അറിയാവോ? ക്ലോസ്ഡും അല്ല ഓപ്പണും അല്ലാത്ത ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു എക്സാമ്പിൾ ആണ്. A is equal to set of all x1 x2 belongs to R2 such that 0 less than or equal to xi less than 1 I equal to 1 2. അപ്പൊ ഇതാണ് നമ്മൾ നോക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ x1 x2 എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് നമ്മൾ എടുത്താൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് x1 x2, അതായത് 0ക്ക് ഈക്വൽ ആണ്. പക്ഷെ 1ന് എന്തല്ല, 1നോട് ഈക്വൽ അല്ല. അതായത് ഇങ്ങനത്തെ രീതിയിലായിരിക്കും ഈ സാധനം വരുന്നത്. കണ്ടോ, ആദ്യത്തെ കോർഡിനേറ്റും 1ന് ഈക്വൽ അല്ല, രണ്ടാമത്തെ കോർഡിനേറ്റും 1ന് ഈക്വൽ അല്ല. അപ്പൊ ഇതിനകത്ത് കിടക്കുന്ന സ്പേസ് ആയിരിക്കും നമ്മളുടെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഡോട്ടഡ് ലൈൻ വരയ്ക്കുക, ഇവിടെ ക്ലോസ് ലൈൻ വരയ്ക്കുക. അപ്പൊ ഈ സ്ക്വയർ എന്തല്ല, ഓപ്പൺ അല്ല. ഓപ്പൺ ആവണമെങ്കിൽ എല്ലായിടത്തും ഡോട്ടഡ് ലൈൻ ആയിരിക്കണമായിരുന്നു. ക്ലോസ്ഡും അല്ല, ക്ലോസ്ഡ് ആയിരിക്കണമെങ്കിൽ എല്ലായിടത്തും ഡോട്ട് ലൈൻ അല്ല, സ്ട്രേറ്റ് ലൈൻ ആയിരിക്കണം. ഇത് രണ്ടും അല്ല, ക്ലോസ്ഡും അല്ല ഓപ്പണും അല്ലാത്തതിന്റെ എക്സാമ്പിൾ ആണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xi ലെസ് ദാൻ 1. ഉണ്ടോ, x1ഉം x2ഉം 0യേക്കാൾ വലുതോ 0ക്ക് ഈക്വലോ ആണ്, പക്ഷെ 1നേക്കാൾ ചെറുതാണ്. ആ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാനും കറക്റ്റ് കൊടുത്തേക്കണം കേട്ടോ. അപ്പൊ അടുത്തത് എന്താണ്, ലിമിറ്റ് പോയിന്റ് എന്നുള്ള ഡെഫിനിഷൻ ആണ്. നമ്മൾ ഓൾറെഡി റിയൽ നമ്പറിന്റെ കേസിൽ ലിമിറ്റ് പോയിന്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. നോക്കിയേ, XD എന്ന് പറയുന്ന ഒരു മെട്രിക് സ്പേസ് ആണെന്ന് വിചാരിക്കുക, A ഒരു സബ്സെറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എയുടെ ലിമിറ്റ് പോയിന്റ് ആരാണ്, ഒരു പോയിന്റ് x ബിലോങ്സ് ടു ക്യാപിറ്റൽ X എടുത്താൽ ഒരു കാര്യം, x ബിലോങ്സ് ടു A ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മളൊരു ക്യാപിറ്റൽ X കൺസിഡർ ചെയ്തു, അതിനകത്ത് A എന്ന് പറയുന്ന സെറ്റ് എടുത്തു. ആ A എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ ലിമിറ്റ് പോയിന്റ് ആയിട്ട് X എന്ന് പറയുന്ന ഒരു പോയിന്റ് അകത്തോ പുറത്തോ വരാം. ആ X ലിമിറ്റ് പോയിന്റ് അല്ലെങ്കിൽ അക്യുമുലേഷൻ പോയിന്റ് ആകണമെങ്കിലുള്ള കണ്ടീഷൻ, എവരി ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് X കണ്ടെയ്ൻ എ പോയിന്റ് ഓഫ് A ഡിസ്റ്റിങ്ക്ട് ഫ്രം X. നമ്മൾ Xന് ചുറ്റും ഏതൊരു ഓപ്പൺ സെറ്റ് വരച്ചാലും ആ ഓപ്പൺ സെറ്റിനകത്ത് എയുടെ ഒരു പോയിന്റ് കൂടി കാണണം, X അല്ലാത്ത ഒരു പോയിന്റ് കാണണം. അപ്പൊ ആ സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കിയേ, എവരി ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് X കണ്ടെയ്ൻസ് എ പോയിന്റ് ഓഫ് A ഡിസ്റ്റിങ്ക്ട് ഫ്രം X. X അല്ല, ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്താലും ആ ഓപ്പൺ സെറ്റിൽ എയുടെ ഒരു പോയിന്റ് കാണണം, X അല്ലാത്ത വേറൊരു പോയിന്റ് കാണണം. അതാണ് ഡെഫിനിഷൻ. നോക്കിയേ, the set of limit points of A is called its derived set. അപ്പോൾ ഈ പറയുന്ന ലിമിറ്റ് പോയിന്റുകളുടെ എല്ലാം കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിറൈവ്ഡ് സെറ്റ്സ് എന്ന് വിളിക്കുന്നത്. എയുടെ ഡിറൈവ്ഡ് സെറ്റ്സിന്റെ നൊട്ടേഷൻ ആണ് A', അതുകൂടി അവിടെ എഴുതി വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു തിയറം നോക്കാം. Let XD be a metric space and a subset of X. A point X belongs to X be a limit point of A if and only if D of X, A minus set X equal to 0. നമുക്കറിയാം A minus set X എന്ന് പറയുന്ന ഒരു സെറ്റ് ആണല്ലോ. ആ സെറ്റും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ നോട്ട് മറിച്ച് നോക്കി, ഒരു പോയിന്റും ഒരു സെറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത് എന്നൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേക്കാം കേട്ടോ. നമ്മൾ അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് 0 വരണം ലിമിറ്റ് പോയിന്റ് ആകണമെങ്കിൽ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, X ഒരു ലിമിറ്റ് പോയിന്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പൊ X ഒരു ലിമിറ്റ് പോയിന്റ് ആണെന്ന് ആദ്യമേ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലിമിറ്റ് പോയിന്റ് ഡെഫിനിഷൻ അവിടെ ഉപയോഗിക്കുക. ലിമിറ്റ് പോയിന്റ് ഡെഫിനിഷൻ എന്താണ്, ഏതൊരു ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് X എടുത്താലും ആ ഓപ്പൺ സെറ്റിനകത്ത് X അല്ലാത്ത എയിലുള്ള മറ്റൊരു പോയിന്റ് കാണും എന്നുള്ളതാണ് ഡെഫിനിഷൻ അല്ലെ. ആ ഡെഫിനിഷൻ കുറച്ചുകൂടി മാത്തമെറ്റിക്കൽ ആയിട്ട് ഞാൻ പറയാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു, ചുമ്മാ ഒരു ഓപ്പൺ സെറ്റ് എടുത്താലും എന്ന് പറയുന്നതിന് പകരം നമുക്കൊരു ഓപ്പൺ സെറ്റ് എടുക്കാം. ഓപ്പൺ സെറ്റിന് പകരം ഞാൻ ഓപ്പൺ ബോൾ കൺസിഡർ ചെയ്തു. അതായത് Xനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ ബോൾ വേണമെങ്കിൽ ഏറ്റവും സിമ്പിൾ എന്ന് പറയുന്നത് Xനെ റേഡിയസ് ആക്കിക്കൊണ്ട്, Xനെ സെന്റർ ആയിക്കൊണ്ട് വരയ്ക്കുന്ന ഒരു ഓപ്പൺ ബോൾ ആണ് അല്ലെ. അപ്പൊ X സെന്ററും എപ്സിലോൺ റേഡിയസും ഉള്ള ഒരു ഓപ്പൺ ബോൾ ഞാൻ കൺസിഡർ ചെയ്തു. ആ ഓപ്പൺ ബോളിനകത്ത് ആരുണ്ട്, ആ ഓപ്പൺ ബോളിനകത്ത് നമുക്കറിയാം എയിലുള്ള Xൽ ഇല്ലാത്ത ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഞാൻ y0 എന്ന് വിളിച്ചു, X അല്ലാത്ത അല്ലെ. X അല്ലാത്ത എന്ന് പറയുമ്പോൾ y0 നോട്ട് ഈക്വൽ ടു X, എയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ y0 ബിലോങ്സ് ടു A. ഇത് ഡെഫിനിഷൻ ആണ്. ക്ലിയർ അല്ലേ, ഇത് ഡെഫിനിഷൻ ആണ്. ഈ പോയിന്റ് y0 ഇതിനകത്ത് കാണും, ആ y0 എയിലുണ്ട്, പക്ഷെ Xന് ഈക്വൽ അല്ല. ഇനി നിങ്ങൾ നോക്കിയേ, D of X y0 എന്തായിരിക്കും ഇവിടെ, D of X y0 ഈ ഡെഫിനിഷനിൽ എനിക്ക് പറയാൻ പറ്റും അല്ലെ. ഈ y0 ഈ പോയിന്റിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ D of X y0 ലെസ് ദാൻ എപ്സിലോൺ ആണെന്നല്ലേ. അപ്പൊ D of X y0 ലെസ് ദാൻ എപ്സിലോൺ ആണ്. നമ്മൾക്ക് ഏതൊരു എപ്സിലോണിനും നമുക്ക് ഇങ്ങനെ ഒരു സാധനം കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും
ഡി ഓഫ് എക്സ് വൈ നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ആകുന്ന ഒരു വൈ നോട്ട് എങ്കിലും ഉണ്ടായിരിക്കും. വൈ നോട്ട് നോട്ട് ഈക്വൽ ടു എക്സും ആയിരിക്കും, വൈ നോട്ട് ബിലോങ്സ് ടു എയും ആയിരിക്കും. നിങ്ങൾക്ക് ഒരു സെറ്റും ആ ഒരു പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഡെഫിനിഷൻ? മിനിമം ഓഫ് ഡി ഓഫ് എക്സ് വൈ സച്ച് ദാറ്റ് വൈ ബിലോങ്സ് ടു എ അല്ലെ. അപ്പൊ ഈ പറയുന്ന ഡിസ്റ്റൻസ് ഏത് എപ്സിലോൺ എടുത്താലും ആ ഡിസ്റ്റൻസ് എപ്സിലോണിനേക്കാൾ ചെറുതായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെ. അപ്പൊ ഈ എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് ഏത് എപ്സിലോണിനും ഇത് സാധിക്കും. അപ്പൊ നമുക്ക് ആ ഡിസ്റ്റൻസിന് എന്ത് പറയാം? 0 ആണെന്ന് പറയാം. ഡിസ്റ്റൻസ് ലെസ് ദാൻ ഏറ്റവും കുഞ്ഞു നമ്പർ വരെ വരും അല്ലെ. ഏത് കുഞ്ഞു നമ്പർ എടുത്താലും ആ ഡിസ്റ്റൻസ് അതിനേക്കാൾ ചെറുതാണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്താണെന്ന് പറയാം? 0 ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ കോൺവേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് ഈ ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ എക്സ് ലിമിറ്റ് പോയിന്റ് ആണെന്ന് കാണിക്കണം. അപ്പൊ എക്സ് ലിമിറ്റ് പോയിന്റ് ആണെന്ന് കാണിക്കാൻ എന്താ വേണ്ടേ? എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്താലും എയിലുള്ള എക്സ് അല്ലാത്ത മറ്റൊരു പോയിന്റ് കാണുമെന്ന് പറയണം അല്ലെ. അപ്പൊ ഞാൻ ഉറപ്പായിട്ട് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് എടുക്കണമല്ലോ, നല്ല കഥയൊക്കെ പറയാൻ പറ്റും. അപ്പൊ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് എടുത്തു. ഈ ഓപ്പൺ സെറ്റിനകത്ത് ഉറപ്പായിട്ടും എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോൾ കാണും അല്ലെ. എല്ലാ ഓപ്പൺ സെറ്റും ഓപ്പൺ ബോളുകളുടെ യൂണിയൻ ആണ്. അപ്പൊ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ ബോൾ അതിനകത്ത് ഉറപ്പായിട്ടും കാണും. ആ ഓപ്പൺ ബോളിനെ ഞാൻ ബി ഓഫ് എക്സ് ഡെൽറ്റ എന്ന് വിളിച്ചു. ആ ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇനി നമുക്ക് ഇതോടെ നിർത്തിയേക്കുക. ഇനി നമുക്ക് ഓൾറെഡി അറിയാം ഡി ഓഫ് എക്സ് എ മൈനസ് സെറ്റ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. 0 എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് നമ്പറിനേക്കാൾ ചെറുതാണെന്ന് എനിക്ക് എഴുതാമല്ലോ, ഉറപ്പായിട്ടും എഴുതാം. ഇനി and the open ball b of x delta consists precisely of points at a distance less than delta from x, then b of x delta must contain a point in a minus at x. എന്ന് വെച്ചാൽ സംഭവം വേറൊന്നുമല്ല, ഈ പറയുന്ന ഈ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആയതിന്റെ കാരണം എന്തായിരിക്കും? ഈ സെറ്റിനകത്ത് ഈ പറയുന്ന എ മൈനസ് സെറ്റ് എക്സ് എന്ന് പറയുമ്പോൾ അവിടെ എക്സ് ഇല്ല. ഈ സെറ്റിനകത്ത് ഒരു പോയിന്റ് എങ്കിലും കാണും ഈ പറയുന്ന ഡിസ്റ്റൻസിനേക്കാൾ ചെറുതായിട്ടുള്ള, അതായത് ഡി ഓഫ് എക്സ് വൈ നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. ഒരു പോയിന്റ് എങ്കിലും ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും, എന്നാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആവത്തുള്ളൂ. അപ്പൊ ഈ വൈ നോട്ട് എന്ന് പറയുന്നത് എവിടെയുണ്ട്? ആ ഓപ്പൺ ബോളിനകത്തുണ്ട് അല്ലെ. ഈ ഓപ്പൺ ബോളിനകത്ത് ആ പോയിന്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ആ പോയിന്റ് ഉള്ളത് കൊണ്ട് ആ ഓപ്പൺ ബോളിനകത്ത് ആ ഒരു പോയിന്റ് നമ്മളിപ്പോ വൈ നോട്ട് എന്നല്ല ഇസഡ് എന്നാണ് വിളിച്ചത്. അപ്പൊ ആ പോയിന്റ് ബി ഓഫ് എക്സ് ഡെൽറ്റയ്ക്കകത്തുണ്ട്. ബി ഓഫ് എക്സ് ഡെൽറ്റ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ഒ ആണ് അല്ലെ. അപ്പൊ ഇസഡ് എവിടെ ഉണ്ടെന്ന് പറയാം? ഈ ഒയ്ക്കകത്തും ഉണ്ടെന്ന് പറയാം. ഇസഡ് നോട്ട് ഈക്വൽ ടു എക്സ് ആണ്, കാരണം ഇസഡ് എ മൈനസ് സെറ്റ് എക്സിലുള്ള ഒരു പോയിന്റ് ആണ്. എക്സിനെ എടുത്ത് കളഞ്ഞിട്ടുള്ള എയിലെ ഒരു പോയിന്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ഓപ്പൺ സെറ്റ് കൺസിഡർ ചെയ്താലും അവിടെ ഒരു ഇസഡ് ഇതേപോലെ ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് എന്ത് പറയാം? എക്സ് ഒരു ലിമിറ്റ് പോയിന്റ് ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത നമ്മളൊരു എക്സാമ്പിൾ നോക്കാൻ പോവുകയാണ്. ഫോർ R2 വിത്ത് യൂഷ്വൽ മെട്രിക് d, the origin is the only limit point of the sequence 1/n, 1/n from n equal to 1 to infinity. 1, 1/2, 1/3, 1/4 etc. പോയി കഴിഞ്ഞാൽ അതിന്റെ ലിമിറ്റ് പോയിന്റ് ആകെ 0 മാത്രമായിരിക്കും. Next, the derived set of the closed unit square s equal to set of all x1, x2, 0 less than or equal to xi less than or equal to 1. അതായത് ഈ ഒരു സ്ക്വയർ കണ്ടോ, 0 ലെസ് ദാൻ 1, ഈ ഒരു സ്ക്വയർ ആണ്, ഇവിടെ 1 ആണ് 0. അപ്പൊ ഈ ഒരു സ്ക്വയറിന്റെ ഡിറൈവ്ഡ് സെറ്റ് എന്ന് പറയുന്നത് ഈ സ്ക്വയറിന്റെ ഓപ്പൺ ലിമിറ്റ് പോയിന്റ്സിന്റെ കളക്ഷൻ ആണ്. ഇതിന്റെ ലിമിറ്റ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ എവിടെ വരും? ഈ ബൗണ്ടറി വരെ വരത്തുള്ളൂ. അപ്പൊ അതാണ് പറഞ്ഞത് എസ് ഇറ്റ് സെൽഫ് ആണ്, ഈ സ്ക്വയർ തന്നെയാണ് ഇതിന്റെ ഡിറൈവ്ഡ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് തിയറം 3.7 ആണ്. എ സബ്സെറ്റ് എ ഓഫ് എ മെട്രിക് സ്പേസ് എക്സ് ഡി എന്ന് പറയുന്ന മെട്രിക് സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആണ് എ എന്ന് വിചാരിക്കുക. എ ക്ലോസ്ഡ് ആണെങ്കിൽ എ കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ലിമിറ്റ് പോയിന്റ്, അതാണ് കാണിക്കേണ്ടത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. എ ക്ലോസ്ഡ് ആണെങ്കിൽ അതിനകത്ത് എല്ലാം എന്ത് കാണണം? എല്ലാ ലിമിറ്റ് പോയിന്റും കാണണം. അപ്പൊ നമ്മൾ ആദ്യമേ എ ക്ലോസ്ഡ് ആണെന്ന് എടുക്കുന്നു. അപ്പൊ എനിക്ക് എന്താ കാണിക്കേണ്ടത്? എല്ലാ ലിമിറ്റ് പോയിന്റ്സും അതിനകത്ത് ഉണ്ടെന്ന് കാണിക്കണം. അപ്പൊ നിങ്ങൾ ആ ഒരു സപ്പോസ് ചെയ്യുന്ന സാധനത്തിന്റെ ഡെഫിനിഷൻ കൂടി എപ്പോഴും മനസ്സിലാലോചിക്കുക. എ ക്ലോസ്ഡ് ആണെങ്കിൽ എ കോംപ്ലിമെന്റ് ഓപ്പൺ ആകണം, അതാണ് ഡെഫിനിഷൻ. അപ്പൊ എ കോംപ്ലിമെന്റ് ഓപ്പൺ ആണെന്ന് ഞാൻ എടുത്തു. ഇനി എനിക്ക് എന്താ കാണിക്കേണ്ടത്? ഈ പറയുന്ന എ എന്ന് പറയുന്ന സെറ്റില് എല്ലാ ലിമിറ്റ് പോയിന്റ്സും കണ്ടെയ്ൻ ചെയ്യുമെന്നാണ് കാണിക്കേണ്ടത്. എല്ലാ ലിമിറ്റ് പോയിന്റ്സും എക്കകത്ത് തന്നെ ഉണ്ട്. അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ? എ കോംപ്ലിമെന്റിനകത്ത് ഒരു ലിമിറ്റ് പോയിന്റും ഇല്ലെന്ന് കാണിച്ചാൽ പോരെ. എക്കകത്ത് എല്ലാ ലിമിറ്റ് പോയിന്റും ഉണ്ടെന്ന് പറയുന്നതും എ കോംപ്ലിമെന്റിനകത്ത് ഒരു ലിമിറ്റ് പോയിന്റും ഇല്ലെന്ന് പറയുന്നതും സെയിം അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? എ കോംപ്ലിമെന്റിനകത്തുള്ള ഒരു എക്സ് എടുക്കുന്നു. ഈ എക്സ് ഒരിക്കലും ലിമിറ്റ് പോയിന്റ് ആകില്ല എന്ന് കാണിച്ചാൽ പോരെ. അപ്പോൾ ഏതൊരു ലിമിറ്റ് പോയിന്റും എക്കകത്ത് ഉണ്ടെന്ന് പറയുന്നതിന് പകരം എ കോംപ്ലിമെന്റിനകത്ത്, അതായത് ഒരു ലിമിറ്റ് പോയിന്റ് പോലും ഇല്ല, അതായത് എക്ക് പുറത്ത് ഒരു ലിമിറ്റ് പോയിന്റ് പോലും ഇല്ലെന്ന് കാണിക്കുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു എക്സ് എടുത്തു. ഇനി എക്സ് ലിമിറ്റ് പോയിന്റ് അല്ലെന്ന് കാണിക്കണം. എക്സ് ലിമിറ്റ് പോയിന്റ് അല്ലെന്ന് കാണിക്കാൻ എന്താ വേണ്ടേ? ലിമിറ്റ് പോയിന്റ് ആണെന്ന് കാണിക്കാൻ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്താൽ
എടുത്താലും ആ ഓപ്പൺ സെറ്റിനകത്ത് എക്സ് അല്ലാത്ത എയിൽ ഒരു പോയിന്റ് കാണണം അല്ലെ. അപ്പൊ നമ്മൾക്ക് ഈ പറയുന്ന സാധനം ലിമിറ്റ് പോയിന്റ് അല്ലെന്ന് കാണിക്കാനോ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു ഓപ്പൺ സെറ്റ് എങ്കിലും കാണണം. ആ ഓപ്പൺ സെറ്റിനകത്ത് എന്ത് കാണരുത്, എയിലെ ഒരു പോയിന്റ്സും കാണരുത്. എക്സ് അല്ലാത്ത പോയിന്റ്സ് എന്നാണ് പറയേണ്ടത്, പക്ഷെ എക്സ് ഓൾറെഡി എക്ക് പുറത്താണ്. അപ്പോൾ ഒരു പോയിന്റ് പോലും കാണരുതെന്ന് കാണിച്ചാൽ മതി. അതെനിക്ക് എവിടെ നിന്ന് കിട്ടും, ഈ ഡെഫിനിഷനിൽ നിന്ന് കിട്ടും. അതാണ് ഡെഫിനിഷൻസ് അറിയാമെങ്കിലേ പരിപാടി നടക്കും. നോക്കിയേ, സിൻസ് എ കോംപ്ലിമെന്റ് ഈസ് ഓപ്പൺ, എ കോംപ്ലിമെന്റ് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു സെറ്റ് ഓപ്പൺ ആണെങ്കിൽ ആ സെറ്റിനകത്ത് ഒരു ഓപ്പൺ സെറ്റ് കാണും. എക്സ് ആ സെറ്റിലെ എലമെന്റ് ആണെങ്കിൽ ആ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് കാണും. ദാറ്റ് ഈസ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ എ കോംപ്ലിമെന്റ്. അതായത് ഏതോ ഒരു ഓപ്പൺ സെറ്റ് ഉണ്ട് ഓ, ആ ഓ എന്ന് പറയുന്നത് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ആ ഓ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ എ കോംപ്ലിമെന്റ് ആണ്. എ കോംപ്ലിമെന്റിന് അകത്ത് മുഴുവനായിട്ടും ഉള്ള ഒരു ഓയില് എയിലെ പോയിന്റ്സ് കാണുമോ? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ലാത്ത പോയിന്റ്സിന്റെ കളക്ഷൻ ആണ്. ആ കളക്ഷൻ വെച്ച് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഓയ്ക്കകത്ത് എയിലുള്ള പോയിന്റ്സ് ഒരിക്കലും കാണത്തില്ല. സോ ഈ ഒരു വാക്യം നമുക്ക് എന്ത് പറയാം, നോക്കിയേ, there exists an open set containing x that is fully contained in a complement. അതിനകത്ത് ഒരിക്കലും എയുടെ പോയിന്റ്സ് കാണത്തില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ഓപ്പൺ സെറ്റ് എങ്കിലും ഉണ്ട്, എക്സിലെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ഉണ്ട്, എയിലെ പോയിന്റ്സ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എക്സ് നോട്ട് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ എന്ന് പറയാം. ഇതാണ് പരിപാടി. ക്ലിയർ അല്ലേ? അപ്പോ എക്സ് എ കോംപ്ലിമെന്റിലാണെങ്കിൽ എക്സ് ഒരിക്കലും ലിമിറ്റ് പോയിന്റ് ആവത്തില്ല. അപ്പോ എക്സിന്റെ എല്ലാ ലിമിറ്റ് പോയിന്റ്സ് എവിടെ കാണത്തേ ഉള്ളൂ, എയിൽ കാണത്തേ ഉള്ളൂ. എ കോംപ്ലിമെന്റിലാണെങ്കിൽ അത് ലിമിറ്റ് പോയിന്റ്സ് ആവത്തില്ല. ഇനി തിരിച്ച് നമ്മൾ കാണിക്കാൻ പോവുകയാണ്, എ കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ലിമിറ്റ് പോയിന്റ്. നമുക്ക് കാണിക്കേണ്ടത് എ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണെന്നാണ് അല്ലെ. എക്ക് എല്ലാ ലിമിറ്റ് പോയിന്റ്സും ഉണ്ടെങ്കിൽ എ ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം. എ ക്ലോസ്ഡ് ആണെന്ന് കാണിക്കാൻ എ കോംപ്ലിമെന്റ് ഓപ്പൺ ആണെന്ന് കാണിച്ചാൽ പോരെ. ഇതൊക്കെയാണ് ഡെഫിനിഷൻസിന്റെ യൂസ്. ഡെഫിനിഷൻസ് അറിയാമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും അല്ലെ. അപ്പൊ എ കോംപ്ലിമെന്റ് ഓപ്പൺ ആണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്യണം, ഒരു സെറ്റ് ഓപ്പൺ ആണെന്ന് കാണിക്കാൻ ആ സെറ്റിനകത്തുള്ള ഒരു എലമെന്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ എലമെന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ എ കോംപ്ലിമെന്റ് ആണെന്ന് കാണിച്ചാൽ മതി. ഇതാണ് ഓപ്പൺ സെറ്റിന്റെ ഡെഫിനിഷൻ അല്ലെ. അപ്പൊ നോക്കിയേ, ലെറ്റ് എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് എ കോംപ്ലിമെന്റിനകത്ത് ഉണ്ടെന്ന് കാണിച്ചാൽ മതി. ഇനി നമുക്കറിയാം, നമ്മളുടെ അസംഷൻ അനുസരിച്ച് എയിലുള്ള പോയിന്റ്സ് മാത്രമാണ് ലിമിറ്റ് പോയിന്റ്. അപ്പൊ എ കോംപ്ലിമെന്റിലുള്ള ഒരു പോയിന്റ് ലിമിറ്റ് പോയിന്റ് അല്ല. സോ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം നേരെ തിരിച്ചു പറയുന്നേ ഉള്ളൂ. ബൈ അവർ അസംഷൻ എക്സ് ഈസ് നോട്ട് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ. അപ്പൊ എക്സ് ലിമിറ്റ് പോയിന്റ് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, എക്സ് ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ഓപ്പൺ സെറ്റ് എടുത്താലും, ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്താലും അതിനകത്ത് എയിലെ ഒരു പോയിന്റ്സ് കാണും. അപ്പൊ തിരിച്ച് എക്സ് ലിമിറ്റ് പോയിന്റ് അല്ലെങ്കിലോ അറ്റ്ലീസ്റ്റ് ഒരു ഓപ്പൺ സെറ്റ് എങ്കിലും അവിടെ കാണും എയിലെ പോയിന്റ്സ് ഇല്ലാത്തത് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും പറയുന്നത് അല്ലെ. നോക്കിയേ, there exists an open set O containing x such that O intersection A minus set x equal to 5. എന്താണ് ഇതിന്റെ അർത്ഥം, O intersection A minus set x എന്ന് വെച്ച് കഴിഞ്ഞാല് ഓയ്ക്കും എയിൽ നിന്ന് എക്സിനെ എടുത്ത് കളയുന്ന ആ ഒരു സെറ്റിലും ഇന്റർസെക്ഷൻ 5 ആണെന്ന് പറഞ്ഞാല് ഓയ്ക്കകത്ത് എയിലെ എക്സ് അല്ലാത്ത ഒരു പോയിന്റ്സും ഇല്ലെന്നാണ് അർത്ഥം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ O ഇന്റർസെക്ഷൻ A minus set x 5 ആണെന്ന് കിട്ടി. സോ നിങ്ങൾ നോക്കിയടെ ഒരു ഓ എങ്കിലും നോക്കിയേ, എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് ആയതുകൊണ്ട് എക്സ് നോട്ട് ബിലോങ്സ് ടു എ ആയിരിക്കും. അതായത് എ മൈനസ് സെറ്റ് എക്സ് എന്ന് പറയുന്നത് എ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ അർത്ഥം എന്താ, എക്കകത്ത് എക്സ് ഇല്ലടെ. എക്കകത്ത് എക്സ് ഇല്ലാതെ എന്ന് എക്സിനെ എടുത്ത് കളയേണ്ട കാര്യമുണ്ടോ, അത് എ തന്നെ ആയിരിക്കും. എക്സ് ഇല്ലാത്ത പോയിന്റിനെ കളഞ്ഞാലും ആ സെറ്റ് തന്നെ ആയിരിക്കും. സോ ഓ ഇന്റർസെക്ഷൻ എ മൈനസ് സെറ്റ് എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം, ഓ ഇന്റർസെക്ഷൻ എ എന്ന് എഴുതാം. ഓ ഇന്റർസെക്ഷൻ എ 5 ആണ്. അതായത് ഓയിലും എയിലും കോമൺ എലമെന്റ്സ് ഒന്നും ഇല്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്, ഓ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ എ കോംപ്ലിമെന്റ് ആണ്. എക്കകത്തുള്ള ഒരു എലമെന്റ് പോലും അതിനകത്ത് ഇല്ലെങ്കിൽ ഓയ്ക്കകത്തുള്ള എല്ലാ എലമെന്റ്സും എ കോംപ്ലിമെന്റിനകത്തുള്ള എലമെന്റ്സ് അല്ലേ. സോ ഓ സബ്സെറ്റ് ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് കിട്ടി അല്ലെ. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ഓപ്പൺ സെറ്റ് എങ്കിലും ഉണ്ട് കണ്ടെയ്നിങ് എക്സ് ആൻഡ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ എ കോംപ്ലിമെന്റ്. അപ്പൊ എ കോംപ്ലിമെന്റ് ഓപ്പൺ ആയി, എ ക്ലോസ്ഡ് ആയി. ഡെഫിനിഷൻസിൽ നമുക്ക് പോകാൻ പറ്റും. ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ അടുത്തത് നമ്മൾ സീക്വൻസിന്റെ ഡെഫിനിഷൻ ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ റിയൽ നമ്പറിൽ പഠിച്ച അതേ കാര്യം തന്നെയാണ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ. മെട്രിക് സ്പേസിൽ എക്സ് ആൻഡ് ഫ്രം n equal to 1 to infinity എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് പോയിന്റ്സ് എക്സ് ആണെന്ന് വിചാരിക്കുക അല്ലെ. ആ പോയിന്റ്സ് ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ് കൺവേർജിങ് ടു എ പോയിന്റ്, ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ കൺവേർജിങ് ടു എ ലിമിറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്, നിങ്ങൾ റിയൽ അനാലിസിസിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ അതൊന്ന് ജസ്റ്റ് ഓടിച്ച് പറയാം. നിങ്ങൾ നോക്കിയേ, എക്സ് എന്നിന്റെ ഇവിടെ എഴുതുവാണേ. എക്സ് എന്ന് പറയുന്ന സീക്വൻസിന്റെ ലിമിറ്റ് ആണ് എക്സ് എങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0
For all epsilon greater than 0, എന്താ പഠിച്ചേ? For all epsilon greater than 0, there exists a natural number capital N such that, നോക്കിയേ, mod xn minus x less than epsilon for all n greater than or equal to n. ഇത് നിങ്ങൾ പഠിച്ച ഒരു ഓർമ്മയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് റിയൽ അനാലിസിസിലെ സീക്വൻസിന്റെ ഡെഫിനിഷൻ, സീക്വൻസിന്റെ ലിമിറ്റിന്റെ. ഈ ഡെഫിനിഷൻ നമ്മൾ ഇതേപോലെ അങ്ങ് മാറ്റും. For all epsilon greater than 0, there exists a natural number n such that, മോഡുലസ് ഇവിടെ ഇല്ലടേ. ഇവിടെ മോഡുലസ്, അവിടെ മോഡുലസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കും? ഡി ഓഫ് എക്സ് എൻ കോമ എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഇതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഡെഫിനിഷൻ. അവിടെ തന്നെ ഒന്ന് ജനറലൈസ് ചെയ്തു, കണ്ടോ? For all epsilon greater than 0, there exists a positive integer capital N such that for all n greater than or equal to n, d of xn comma x less than epsilon. ഇതിനെയാണ് നമ്മൾ കൺവേർജിംഗ് ഡെഫിനിഷൻ പറയുന്നത്. A sequence that converges is called convergent sequence. പ്രശ്നമില്ലല്ലോ. നെക്സ്റ്റ് എ സീക്വൻസ് നമുക്ക് വേറൊരു ഡെഫിനിഷൻ, നമ്മൾ ഇതേപോലെ അവിടെ നമ്മൾ പഠിച്ച ടോപ്പോളജിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്ന ഡെഫിനിഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓർമ്മ കാണാൻ വഴിയില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇവിടെ നോക്കി വേറൊരു ഡെഫിനിഷൻ പറയാൻ പോവാം. v of xn x ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ആ എക്സ്, ഈ എക്സ് എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ xn എന്ന് പറയുന്ന ആള് ബിലോങ്സ് ടു b of x എപ്സിലോൺ എന്ന് എനിക്ക് പറയാൻ പറ്റും. എന്തായിരുന്നു b of x എപ്സിലോൺ എന്ന് പറഞ്ഞാല്? സെറ്റ് ഓഫ് ഓൾ എക്സ്, ഇവിടെ കിടപ്പുണ്ടല്ലോ, അപ്പൊ സെറ്റ് ഓഫ് ഓൾ y സച്ച് ദാറ്റ് എഴുതാം. y സച്ച് ദാറ്റ് d of x y ലെസ് ദാൻ എപ്സിലോൺ ആവുക എന്നുള്ളതല്ലേ. അപ്പൊ ഇവിടത്തെ yക്ക് പകരം xn കൊടുത്തു നോക്കിയേ, d of xn ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പൊ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ N, ഈ പറയുന്ന xnകളുടെ എല്ലാം ഡിസ്റ്റൻസ് എപ്സിലോണിനേക്കാൾ ചെറുതായതുകൊണ്ട് ഈ പറയുന്ന xnകൾ എല്ലാം ഈ ബോളിനകത്ത് ഉണ്ടെന്ന് പറയാം, അല്ലെ? അപ്പൊ ഈ സീക്വൻസ് കൺവേർട്ട് ചെയ്യുന്ന എനിക്ക് എപ്പോ പറയാൻ പറ്റും? ഈ പറയുന്ന n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാലേ, ഇപ്പൊ ഈ ക്യാപിറ്റൽ N ഒരു 100 ആണെന്ന് വിചാരിച്ചോ, 100ന് ശേഷം അങ്ങോട്ട് 101, 102, 103 അങ്ങനെ ലക്ഷക്കണക്കിന് നമ്പേഴ്സ് ആ ബോളിനകത്ത് വരുമെന്നല്ലേ? എത്ര നമ്പേഴ്സ് എടുത്താലും ആ ബോളിനകത്ത് വരും, പക്ഷെ ആര് വരത്തില്ല? ആദ്യത്തെ 100 നമ്പേഴ്സ് മാത്രം വരത്തില്ല. അതാണ് ഇവിടെ എഴുതിയേക്കുന്ന ഫോർ ഓൾ ബട്ട് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിറ്റീവ് ഇന്റിജേഴ്സ്. നോക്കിയേ, if and only if for each epsilon greater than 0, the open ball b of x epsilon contains xn for all but a finite number of positive integers n എന്ന് പറഞ്ഞാല് ഒരു ഫൈനൈറ്റ് നമ്പർ ഒഴികെ, ഇപ്പൊ 100 ആണെങ്കിൽ 100, 1000 ആണെങ്കിൽ 1000, അത്രയും ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഒഴികെ ബാക്കിയുള്ള ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഈ ബോക്സിനകത്ത് കാണും. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. എവനാണ് നമ്മളുടെ എക്സ്, എവനാണ് നമ്മളുടെ ബോൾ എങ്കിൽ നോക്കിയേ, ഇവിടെ ആയിരിക്കും ചിലപ്പോൾ x1, ഇവിടെ x2, ഇവിടെ x3, ഇവിടെ x4, ഇവിടെ x5, x6 അങ്ങനെ പോയി ചിലപ്പോൾ ഒരു 100 എത്തി, x100 വരെ പുറത്തായിരിക്കും. x100 കഴിഞ്ഞ് x101 ചിലപ്പോൾ അകത്തായിരിക്കും. ഇനി അങ്ങോട്ട് ആയിരക്കണക്കിന് 10,000 പോയിന്റ്സ് ഇതിനകത്ത് തന്നെ ആയിരിക്കും കിടക്കുന്നത്. ഇനി ഒരിക്കലും വെളിയിൽ പോകത്തില്ല, കണ്ടോ? ആ ഫൈനൈറ്റ് നമ്പർ പുറത്തായിരിക്കും, ബാക്കിയുള്ളത് അകത്തായിരിക്കും. ആ ഫൈനൈറ്റ് നമ്പർ 100 ആണോ 1000 ആണോ എന്നുള്ളത് നമ്മുടെ റേഡിയസ് ആണ് തീരുമാനിക്കുന്നത്. ഇത്ര എടുത്തു കഴിഞ്ഞാൽ കുറെ പോയിന്റ്സ് കൂടി പുറത്താവും, പക്ഷെ എക്സിനകത്ത് തന്നെ ആയിരിക്കും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് കിടക്കുന്നത്. സോ അടുത്ത ഒരു തിയറമാണ്, എ സീക്വൻസ് ഇൻ എ മെട്രിക് സ്പേസ് കനോട്ട് കൺവേർജ് ടു മോർ ദാൻ വൺ ലിമിറ്റ്. രണ്ട് ലിമിറ്റിൽ, ഒന്നിൽ കൂടുതൽ ലിമിറ്റ് ഒരു സീക്വൻസിന് കൺവേർജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഇഷ്ടം പോലെ പഠിച്ചിട്ടുള്ള അല്ലെ, ഒന്നിൽ കൂടുതൽ ലിമിറ്റിൽ കൺവേർജ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാനായിട്ട് നമ്മൾ രണ്ട് ലിമിറ്റ് കൺവേർജ് ചെയ്യുന്ന എടുക്കും, എന്നിട്ട് കോൺട്രഡിക്ഷൻ ഉണ്ടാക്കിയാൽ പോരെ. അപ്പൊ രണ്ട് ലിമിറ്റ് കൺവേർജ് ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരു എപ്സിലോൺ ഞാൻ എടുത്തു. ആ എപ്സിലോൺ എന്ന് പറയുന്നത് എയും ബിയും നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തു. ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് ആണ് എപ്സിലോൺ എന്ന് ഞാൻ എടുത്തു. ഇനി ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് നമ്മൾ പറയുന്നത്, ഏതൊരു എപ്സിലോൺ നമ്മൾ എടുത്താലും ആ എപ്സിലോൺ എന്ന് പറയുന്നത് ഇത് നോട്ട് ഈക്വൽ ആയതുകൊണ്ട് ആ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് ഈ സീക്വൻസ് കൺവേർജിങ് ടു എ ആണ്, കൺവേർജിങ് ടു ബി ആണ്, അല്ലെ? അപ്പോൾ ഒരു എപ്സിലോൺ എടുത്താൽ നമുക്ക് അറിയാം ഒരു നാച്ചുറൽ നമ്പർ na കാണും. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ there exist two natural numbers na and nb such that d of xn a less than epsilon by 2 നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. ഈ ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും, കാരണം കൺവേർജിങ് ആണ്, അല്ലെ? ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ Na and d of xn b less than epsilon by 2 for all n greater than or equal to capital NB. ഇങ്ങനെ നമുക്ക് വരും, അല്ലെ? ഈ രണ്ട് n, അതായത് എന്നേക്കാളും വലുതാവുമ്പോൾ ഈ ഒരു ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും, NB യേക്കാൾ വലുതാവുമ്പോൾ ഈ ഒരു ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ രണ്ട് ഇനിക്വാളിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് എടുക്കുന്ന അറിയാവോ? ചൂസ് ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് Na ആൻഡ് NB. അപ്പൊ ഇതിനേക്കാൾ ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതിനേക്കാൾ കൂടുതലാണെങ്കിൽ രണ്ട് ഇനിക്വാളിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമ്മൾ മെട്രിക് സ്പേസിൽ പഠിച്ച ഡിസ്റ്റൻസിന്റെ
ട്രയാങ്കുലർ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്യുന്നു. ഇത് നോക്കി വെച്ചേക്ക്, നമ്മൾ പുതിയതായിട്ട് എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ നേരത്തെ ഈ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. അപ്പൊ ഡി ഓഫ് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എ എക്സ് എൻ പ്ലസ് ഡി ഓഫ് എക്സ് എൻ ബി. നമ്മൾ പഠിച്ചിട്ടുള്ളതാ, എന്താ പഠിച്ചിട്ടുള്ളത്? ഡി ഓഫ് എ ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഡി ഓഫ് എ സി, അല്ലെങ്കിൽ ഡി ഓഫ് എക്സ് ഇസഡ് എന്ന് പറഞ്ഞാൽ പഠിച്ചത്. എക്സ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് വൈ പ്ലസ് ഡി ഓഫ് വൈ ഇസഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തത് അല്ലെ. ഇനി ഡി ഓഫ് എക്സ് എൻ എ, ഈ ഡി ഓഫ് എ എക്സ് എന്നും ഡി ഓഫ് എക്സ് എൻ എയും ഈക്വൽ ആയതുകൊണ്ട് അത് അങ്ങനെ എഴുതി, പ്ലസ് ഡി ഓഫ് എക്സ് എൻ ബി. ഡി ഓഫ് എക്സ് എൻ എ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടും. അപ്പൊ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. നിങ്ങൾ നോക്കിയടെ ഡി ഓഫ് എ ബി ലെസ് ദാൻ എപ്സിലോൺ. ഈ ഡി ഓഫ് എ ബി എന്ന് പറയുന്നത് എപ്സിലോൺ എന്ന് പറയുന്നത് ഡി ഓഫ് എ ബി ആണ്. അപ്പൊ ഡി ഓഫ് എ ബി ലെസ് ദാൻ ഡി ഓഫ് എ ബി എന്ന് കിട്ടി. ഇതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? ഒരു ഡിസ്റ്റൻസ് ആ ഡിസ്റ്റൻസിനേക്കാളും ചെറുതാണെന്നൊക്കെ പറയുന്നത് എന്തൊരു പൊട്ടത്തരോ അല്ലെ. അപ്പൊ ഈ സാധനം എന്താണ്? കോൺട്രഡിക്ഷൻ ആണ്. അപ്പൊ കോൺട്രഡിക്ഷൻ വന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എയും ബിയും ഡിസ്റ്റിങ്ക്ട് ലിമിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ കോൺട്രഡിക്ഷൻ ഒക്കെ വന്നത്. സോ ഈ പറയുന്ന ഡിസ്റ്റിങ്ക്ട് ലിമിറ്റ് അല്ല, അത് യുണീക് ലിമിറ്റ് ആണ്, ഒരൊറ്റ ലിമിറ്റ് മാത്രമേ ഉള്ളൂ, നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് തിയറം 3.9 ആണ്. ലെറ്റ് എക്സ് ഡി ബി എ മെട്രിക് സ്പേസ് ആൻഡ് എ സബ്സെറ്റ് ഓഫ് എക്സ്. എ പോയിന്റ് എക്സ് ഇൻ എക്സ് ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് there is a sequence of distinct points of a converges to x. അടുത്ത് the set A is closed if and only if each convergent sequence of points of A converges to a point of A. അപ്പൊ നമുക്ക് ആദ്യം കാണിക്കേണ്ടത്, ഒരാൾ ലിമിറ്റ് പോയിന്റ് ആവണമെങ്കിൽ സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് കൺവേർജ് ടു എക്സ് ആണെന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എക്സ് ഒരു ലിമിറ്റ് പോയിന്റ് ആണെന്ന് അസ്യൂം ചെയ്യും അല്ലെ. എക്സ് ഒരു ലിമിറ്റ് പോയിന്റ് ആണ്. എക്സ് ലിമിറ്റ് പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോൾ എടുത്തു കഴിഞ്ഞാൽ ആ ഓപ്പൺ ബോളിനകത്ത് എ അല്ലാത്ത വേറെ പോയിന്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പൊ എനിക്ക് എന്ത്, എയിലുള്ള എക്സ് അല്ലാത്ത വേറെ പോയിന്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ ഞാൻ ആ ഓപ്പൺ ബോളിനെ എങ്ങനെ എടുക്കുന്ന അറിയാവോ? ബി ഓഫ് എക്സ് 1 എന്ന് എടുക്കുന്നു. ഇത് റേഡിയസ് 1 ഉള്ള, ഇപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ആ എക്സിനകത്ത് റേഡിയസ് 1 ഉള്ള ഒരു ഓപ്പൺ ബോൾ എടുത്തു. ആ ഓപ്പൺ ബോളിനകത്ത് എയിലുള്ള എക്സ് അല്ലാത്ത പോയിന്റ്സ് ഉണ്ടായിരിക്കും. ആ പോയിന്റ് ഞാൻ x1 എന്ന് വിളിച്ചു. അപ്പൊ x1 ഈ ഓപ്പൺ ബോളിലും ഉണ്ട്, എയിലുള്ള എക്സ് അല്ലാത്ത പോയിന്റ് എന്ന് പറയുന്നതിന് പകരം a മൈനസ് സെറ്റ് എക്സിലും ഉണ്ടെന്ന് ഞാൻ എടുത്തു. ക്ലിയർ അല്ലേ? ഇനി ഞാനൊരു ക്ലെയിം ചെയ്യുവാണ്, ഞാനൊരു ക്ലെയിം നടത്തുവാണ്. വി ക്യാൻ സെലക്ട് ഡിസ്റ്റിങ്ക്ട് നമ്പേഴ്സ്. എന്തിനാണ് ഞാൻ ഈ ഡിസ്റ്റിങ്ക്ട് ഉപയോഗിച്ചത്? ഇവിടെ നമ്മൾക്ക് ഡിസ്റ്റിങ്ക്ട് സീക്വൻസിന്റെ ലിമിറ്റ് ആണെന്നാണ് കാണിക്കേണ്ടത് കണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വി ക്യാൻ സെലക്ട് ഡിസ്റ്റിങ്ക്ട് നമ്പേഴ്സ് x1 x2 എക്സെട്ര xn എക്സെട്ര സച്ച് ദാറ്റ് xn ബിലോങ്സ് ടു b ഓഫ് x1 ഇന്റർസെക്ഷൻ b ഓഫ് x 1/n ആണ്. b ഓഫ് x 1/n ഇന്റർസെക്ഷൻ a മൈനസ് സെറ്റ് എക്സ് ആൻഡ് xn not belongs to x1 x2 etc xn minus 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ b ഓഫ് x 1ലുള്ള ഒരു പോയിന്റ് ആയിട്ട് x1 എടുത്തു, x2 എടുത്തു b ഓഫ് x 1/2, അടുത്ത് x3 എടുക്കുന്നു b ഓഫ് x 1/3 എക്സെട്ര xn എടുക്കുന്നു b ഓഫ് x 1/n. ഈ പോയിന്റ്സ് എല്ലാം ഡിസ്റ്റിങ്ക്ട് ആയിട്ട്, ഇതൊന്നും ഒരിക്കലും ഈക്വൽ അല്ലാത്ത പോയിന്റ്സ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റും. ഒരു ക്ലെയിം ഞാൻ നടത്തുവാണ്, ആ ക്ലെയിം ഞാൻ വെരിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഇത് എക്സാമിന് ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. നോക്കിയേ, ആ ക്ലെയിം ഞാൻ വെരിഫൈ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോ. സിൻസ് x1 x2 എക്സെട്ര xn minus 1 ഇതൊരു ഫൈനൈറ്റ് സെറ്റ് അല്ലേ, കുറെ ഫൈനൈറ്റ് നമ്പേഴ്സ് ഞാൻ എടുത്ത് വെച്ചേക്കും അല്ലേ. അപ്പൊ സിൻസ് x1 x2 എക്സെട്ര xn minus 1 ഈസ് എ ഫൈനൈറ്റ് സെറ്റ്, ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ഫൈനൈറ്റ് സെറ്റ് എന്താണ്? ക്ലോസ്ഡ് ആണ്. അപ്പൊ ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എന്താണ്? ഓപ്പൺ ആണ് അല്ലെ. ആ കോംപ്ലിമെന്റ് ഞാൻ എഴുതി x മൈനസ് ഒരു ചിഹ്നം ഇട്ടാൽ മതി. ഇത് മൈനസ് ആണ്, ഇത് മൈനസ് ആണ്, ഒരെണ്ണം ഇട്ടാൽ മതി. x മൈനസ് സെറ്റ് xi from I equal to 1 to n minus 1. I equal to 1 to n എടുത്താൽ മതി. ഇവിടെ n minus 1 അല്ല, I equal to 1 to n ആണ്. അപ്പോൾ x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ആണ്. അപ്പൊ അത് ക്ലോസ്ഡ് ആണ്. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആണ് അല്ലെ. ഇനി അതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആണെങ്കിൽ നമുക്കറിയാം b ഓഫ് x 1/n എന്താണ്? ഓപ്പൺ ആണ്. അപ്പൊ എവനും ഓപ്പൺ ആണ്, എവനും ഓപ്പൺ ആണ്. അപ്പൊ ഓപ്പൺ, രണ്ട് ഓപ്പൺ സെറ്റിന്റെ ഇന്റർസെക്ഷൻ എടുത്താൽ അതും എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അപ്പൊ അതും ഓപ്പൺ ആണെന്ന് കിട്ടി. സോ ഈ പറയുന്ന നമുക്കറിയാം ഈ ഓപ്പൺ സെറ്റിൽ x ഉണ്ട് അല്ലെ, ഈ രണ്ട് സെറ്റിലും x ഉണ്ട്. b ഓഫ് x 1/n ഇന്റർസെക്ഷൻ x മൈനസ് സെറ്റ് xi ഫ്രം I equal to 1 to n contains a point xn. നിങ്ങൾ നോക്കിയേ, ഞാൻ എന്താ പറയുന്നത് അറിയാവോ? ഈ സെറ്റുകളിൽ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എന്തെടുക്കണമെന്ന് അറിയാമോ?
സോറി, നിങ്ങൾ ഇവിടെ n-1 തന്നെ എടുത്താൽ മതി കേട്ടോ. ഇവിടെ നിങ്ങൾ n-1 എടുക്കുക, ഇവിടെ n-1 എന്ന് എഴുതിയേക്കുക കേട്ടോ, തിരുത്തിയേക്കുക. ഇവിടെ n-1 ആണ്, ഇവിടെ എല്ലാം n-1 ആണ്. അപ്പൊ എനിക്ക് കിട്ടിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ b of x 1/n ഇന്റർസെക്ഷൻ x മൈനസ് സെറ്റ് xi ഫ്രം i ഈക്വൽ ടു 1 to n-1 എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റ് ആണ്. അപ്പൊ എനിക്കറിയാം x ഒരു ലിമിറ്റ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ x നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും അതിനകത്ത് a യിലെ ഒരു പോയിന്റ് x അല്ലാത്ത ഒരു പോയിന്റ് കാണുമെന്ന് എനിക്കറിയാം അല്ലെ. ആ പോയിന്റ്, ഇവിടെ ഉള്ള ആ പോയിന്റ് ഞാൻ xn എന്ന് വിളിച്ചു. അപ്പൊ എനിക്ക് എന്ത് പറയാം, xn എന്ന് പറയുന്ന ആള് എയിലുണ്ട് അല്ലെ. ഈ xn എന്ന് പറയുന്ന ആള് എയിലും ഉണ്ട്, ഈ പറയുന്ന ഓപ്പൺ സെറ്റിലും ഉണ്ട്. ആ ഓപ്പൺ സെറ്റിലുള്ള ഒരു പോയിന്റ് എയ്ക്കകത്തും ഉണ്ടെന്നല്ല എനിക്ക് കാണിക്കേണ്ടത്. നിങ്ങൾ നോക്കിയേ, xn ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാല്, xn ഈ ഇന്റർസെക്ഷനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാല് x മൈനസ് xi ഫ്രം i ഈക്വൽ ടു 1 to n-1 ഉണ്ടെന്ന് അർത്ഥം. ഈ പറയുന്ന xi എന്ന് പറയുന്നതാണോ x1 x2 എക്സെട്ര xn, ആ ക്യാപിറ്റൽ x-ൽ നിന്ന് ഈ എലമെന്റ്സിനെ എടുത്ത് കളഞ്ഞതാണ് ഈ സെറ്റ്. അപ്പൊ ക്യാപിറ്റൽ x ന്ന് ഈ എലമെന്റ്സിനെ എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു എലമെന്റ് ആണ് xn. അപ്പൊ ആ xn ആരായിരിക്കും, ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം x ആയിരിക്കും. xn ഇവിടെ ഉണ്ടായിരിക്കത്തുമില്ല, xi ഫ്രം i ഈക്വൽ ടു 1 to n ൽ. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പൊ എനിക്ക് എന്ത് പറയാം, നമ്മുടെ ക്ലെയിം വെരിഫൈ ചെയ്തു. xn എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ് ആണ്. ഇനി ഈ സീക്വൻസ് ഉറപ്പായിട്ട് എങ്ങോട്ട് കൺവേർജ് ചെയ്യും, x ലോട്ട് കൺവേർജ് ചെയ്യും. കാരണം xn ബിലോങ്സ് ടു b of x 1/n ആണ്. ഈ 1/n ഇങ്ങനെ കുറഞ്ഞു എവിടെ പോകും, 0 ലോട്ട് പോകും. അതായത് d of x 0 എന്നുള്ള രീതിയിലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ഇത് കൺവേർജ് ചെയ്യുന്നത് x ലോട്ടായിരിക്കും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ തിരിച്ച് കാണിക്കണം. കോൺവേഴ്സ്ലി സപ്പോസ് there is a sequence of distinct points xn from i equal to 1 to infinity converges to a point x belongs to capital X. ഈ x എന്താണെന്ന് കാണിക്കണം, ലിമിറ്റ് പോയിന്റ് ആണെന്ന് കാണിക്കണം. x ലിമിറ്റ് പോയിന്റ് ആണെന്ന് കാണിക്കണമെങ്കിൽ x നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റിൽ x അല്ലാതെ a യിലെ വേറെ എലമെന്റ്സ് ഉണ്ടായിരിക്കണം അല്ലെ. അങ്ങനെ കാണിക്കണമെങ്കിൽ x നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഞാൻ എടുക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും ഈ പറയുന്ന ഓപ്പൺ സെറ്റിനകത്ത് ഒരു ബോൾ ഉണ്ട്, b of x എപ്സിലോൺ ഉണ്ട് അല്ലെ. ഉറപ്പായിട്ടൊരു ബോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഓപ്പൺ സെറ്റ് എടുത്താൽ x നെ കണ്ടെയ്നർ ബോൾ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഈ പറയുന്ന സീക്വൻസ് അതിനകത്ത് ഉള്ളത് കൊണ്ട് സീക്വൻസ് കൺവേർജിംഗ് ടു x ന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് എനിക്ക് എന്ത് പറയാം, there exists a positive integer n such that b of xn x less than epsilon for all n greater than or equal to n. നിങ്ങൾ നോക്കിയേ, ഈ സാധനം ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് ആയതുകൊണ്ട് xn നോട്ട് ഈക്വൽ ടു x ആയിരിക്കും. ഈ xnകളെല്ലാം a യിലെ പോയിന്റ്സ് ആണ്, സീക്വൻസ് ആകുമ്പോൾ a യിലെ പോയിന്റ്സ് ആണ്. അതായത് ഓയ്ക്കകത്ത്, ഈ പറയുന്ന ഓയ്ക്കകത്ത്, x നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓയ്ക്കകത്ത് ഒരു പർട്ടിക്കുലർ ബോൾ ഉണ്ട്. ഈ ബോളിനകത്താണ് നമ്മളുടെ സീക്വൻസിലെ പോയിന്റ്സ് എല്ലാം വന്നിങ്ങനെ അടിഞ്ഞുകൂടാൻ പോകുന്നത് അല്ലെ. അപ്പോ എക്കകത്തുള്ള പോയിന്റ്സ് ആണ് ഈ കിടക്കുന്ന അടിഞ്ഞുകൂടുന്ന പോയിന്റ്സുകളെല്ലാം. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് എങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ ഇവിടെ ആയിരക്കണക്കിന് പോയിന്റ്സ് ഇവിടെ കിടപ്പുണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന xnകൾ എല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ ഇതുകൊണ്ട് എന്താണ്, ലിമിറ്റ് പോയിന്റ് ആണെന്ന് പറയാൻ പറ്റും അല്ലെ. ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും അതിനകത്ത് പോയിന്റ്സ് ഉണ്ടായാൽ മതി, ഇഷ്ടം പോലെ പോയിന്റ്സ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. സോ നെക്സ്റ്റ്, സപ്പോസ് a ഈസ് ക്ലോസ്ഡ്. നമുക്ക് കാണിക്കേണ്ട എന്താണ്, a ക്ലോസ്ഡ് ആണെങ്കിൽ അതൊരു സീക്വൻസിന്റെ ലിമിറ്റ് ആയിട്ട് വരുമെന്നാണ് അല്ലെ. a ക്ലോസ്ഡ് ആണെങ്കിൽ ഏതൊരു കൺവേർജൻ സീക്വൻസ് ഓഫ് പോയിന്റ്സ് ഓഫ് a എടുത്താലും അത് എക്കകത്തുള്ള ഒരു പോയിന്റിലോട്ട് തന്നെ കൺവേർജ് ചെയ്യുമെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ a ക്ലോസ്ഡ് എടുത്തു, xn എന്ന് പറയുന്ന ഒരു കൺവേർജിങ് സീക്വൻസ് ആണെന്ന് എടുത്തു. അപ്പൊ എനിക്ക് എന്താ കാണിക്കേണ്ടത്, xn കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് എവിടെ തന്നെ കാണുമെന്ന് കാണിക്കണം, a തന്നെ കാണുമെന്ന് കാണിക്കണം. അതിന് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അതായത് ഈ സീക്വൻസിലെ പോയിന്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആകാം അല്ലെങ്കിൽ സെയിം ആകാം. ഞാനിപ്പോ ആദ്യം ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് എടുത്തു. അതായത് ഈ സീക്വൻസിന്റെ റേഞ്ച് ഇൻഫിനിറ്റ് ആണ് എന്ന് വെച്ചാൽ x1 വേറെ ആള്, x2 വേറെ ആള്, x3 വേറെ ആള്, അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. ഇതെല്ലാം വേറെ വേറെ ആൾക്കാരായതുകൊണ്ട് റേഞ്ച് ഇൻഫിനിറ്റ് ആണ്. അതായത് അപ്പൊ നമ്മൾക്ക് പറയാം ഇതിന്റെ കൺവേർജിങ് പോയിന്റ് ഉണ്ടല്ലോ, ഇത് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് ലിമിറ്റ് പോയിന്റ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ കേസ്, ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിന്റെ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ലിമിറ്റ് പോയിന്റ് ആവുമെന്നാണ് നമ്മൾ ഇപ്പൊ തെളിയിച്ചത്. അപ്പൊ ആ ലിമിറ്റ് പോയിന്റ്, ലിമിറ്റ്, ഈ സീക്വൻസിലെ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് പോയിന്റ് ആണ്. നമ്മൾ മുമ്പ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, a ക്ലോസ്ഡ് ആണെങ്കിൽ ആ ലിമിറ്റ് പോയിന്റുകളൊക്കെ എവിടെ കാണും, എക്കകത്ത് കാണും. ഒറ്റയടിക്ക് നമുക്ക് പറയാം y ബിലോങ്സ് ടു a ആയിരിക്കും. ഇനി റേഞ്ച് ഫൈനൈറ്റ് ആണെന്ന് ഞാൻ എടുക്കുന്നു, അതായത് ഡിസ്റ്റിങ് പോയിന്റ്സ് അല്ല. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 1 2 3 4 എക്സെട്ര 10 വരെ എഴുതി. ഇനി അങ്ങോട്ട് ഞാൻ 10 10 10 10 എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പൊ ഇവിടത്തെ സീക്വൻസ് ആണിത്, പക്ഷെ ആ സീക്വൻസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 തൊട്ട് 10 വരെ മാത്രമാണ്. അതാണ് ഫൈനൈറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. ഈ സാധനം കൺവേർജ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് ലാസ്റ്റത്തെ നമ്പർ വേണം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് വരാൻ അല്ലെ. ഈ സാധനം കൺവേർജ് ചെയ്യണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് xn ഈക്വൽ ടു x ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും.
ആയിരിക്കും. ഓക്കെ, ഈ സാധനം 10ലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ നമ്പറിന് ശേഷം ഈ സാധനം എല്ലാം ഈക്വൽ ആയിരിക്കണം, xn ഈക്വൽ ടു x ആയിരിക്കണം. അങ്ങനെ വന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ xnകളെല്ലാം നമ്മളുടെ എയിലെ എലമെന്റ്സ് ആണ്. xn ഈക്വൽ ടു x ആണെങ്കിൽ ആ എക്സും എയിലെ എലമെന്റ്സ് ആയിരിക്കും. അതായത് xn എക്സിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന റേഞ്ച് ഫൈനൈറ്റ് ആണെങ്കിൽ xn ഈക്വൽ ടു x ആയിരിക്കണം. xn എന്ന് പറയുന്നത് എയിലുള്ള എലമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ xn ഈക്വൽ ടു x ആണെങ്കിൽ x എവിടെ കാണും? എയിൽ കാണും. അപ്പൊ എങ്ങനെ എടുത്താലും ആ പർട്ടിക്കുലർ ലിമിറ്റ് എവിടെ കാണും? എയിൽ കാണും. നെക്സ്റ്റ് നമ്മൾ തിരിച്ച് സപ്പോസ് ചെയ്യുന്നു, ഈച്ച് കൺവേർജൻ സീക്വൻസ് ഓഫ് എ കൺവേർജസ് ടു എ പോയിന്റ് ഓഫ് എ. നമ്മൾ ഏത് കൺവേർജിങ് സീക്വൻസ് എടുത്താലും അത് എയിലെ ഒരു പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യും. നമുക്ക് എന്താ കാണിക്കേണ്ടത്? എ എന്ന് പറയുന്ന ആള് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം അല്ലെ. നമ്മൾ എടുക്കുന്നു ലെറ്റ് എക്സ് ബി എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ. നമുക്കറിയാം എ ക്ലോസ്ഡ് ആണെങ്കിൽ എല്ലാ ലിമിറ്റ് പോയിന്റും എക്കകത്ത് തന്നെ ഉണ്ടെന്ന് അറിയാം അല്ലെ. എക്സ് ഒരു ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ നമ്മളുടെ എബവ് തിയറം അനുസരിച്ച്, മുമ്പ് പറഞ്ഞ തിയറം അനുസരിച്ച് എന്ത് പറയാം? ഉറപ്പായിട്ടും അവിടെ ഒരു ഡിസ്റ്റിങ്ക്ട് സീക്വൻസ് കാണും കൺവേർജിങ് ടു എക്സ് അല്ലെ. ഏതൊരു പോയിന്റ് എടുത്താലും, ഒരു ലിമിറ്റ് പോയിന്റ് എടുത്താലും ഡിസ്റ്റിങ്ക്ട് സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത് എന്താണ്? വിത്ത് ഓൾ സംസ് ബിലോങ്സ് ടു എ അല്ലെ. നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് കൺവേർജിങ് ടു എക്സ് എന്ന് മാത്രം മതി കേട്ടോ, കൺവേർജസ് ടു എക്സ് ഈ സാധനം വേണ്ട. നോക്കിയേ, നെക്സ്റ്റ് നമുക്ക് എന്ത് പറയാം? നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചേക്കുന്ന ഹൈപ്പോത്തസിസ് അനുസരിച്ചിട്ട് ഈ സീക്വൻസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊരു കൺവേർജിങ് പോയിന്റും അതിനകത്ത് തന്നെ ഉണ്ടെന്നല്ലേ. അപ്പൊ സീക്വൻസ് സീക്വൻസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സ് എയിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ഹൈപ്പോത്തസിസ്. അപ്പൊ എക്സ് ഒരു ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ ആ ലിമിറ്റ് പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരിക്കും. അപ്പൊ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് എക്കകത്ത് ഉണ്ടെന്നാണ് നമ്മുടെ ഹൈപ്പോത്തസിസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എക്സ് ഒരു ആർബിട്രറി ആ എക്സ് ബിലോങ്സ് ടു എ ആണെന്ന് പറയാം. ഇനി ഏതൊരു ലിമിറ്റ് പോയിന്റ് എടുത്താലും ഇങ്ങനത്തെ സംഭവം നടക്കും. അതിനാണ് എക്സ് ആർബിട്രറി ലിമിറ്റ് പോയിന്റ് ആണെന്നാണ് നമ്മൾ എടുത്തതെന്ന് പറയുന്നത്. അപ്പൊ എക്കകത്ത് എല്ലാ ലിമിറ്റ് പോയിന്റ്സും ഉണ്ടായിരിക്കും. എ എന്താണ്? ക്ലോസ്ഡ് ആണ്. നെക്സ്റ്റ്, ലെറ്റ് എക്സ് ബി എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ സബ്സെറ്റ് എ ഓഫ് എ മെട്രിക് സ്പേസ് എക്സ്, ദെൻ എവരി ഓപ്പൺ സെറ്റ് കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ്ലി മെനി മെമ്പേഴ്സ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. ഒന്നുമില്ല, എക്സ് ഒരു ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ നമ്മളുടെ ഡെഫിനിഷൻ അനുസരിച്ച് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഓപ്പൺ സെറ്റിനകത്ത് എയിലുള്ള ഒരു പോയിന്റ് എങ്കിലും കാണുമെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു പോയിന്റ് അല്ല, ഒരു ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇൻഫിനിറ്റ്ലി മെനി മെമ്പേഴ്സ് അകത്ത് ഉണ്ടായിരിക്കും എന്നൊരു കൊറോളറിയാണ് നമുക്ക് ഈ തിയറത്തിൽ നിന്ന് കിട്ടേണ്ടത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഈ കാര്യങ്ങളെ കൃത്യമായിട്ട് എഴുതി പഠിക്കുക. ഓക്കെ.